നമസ്കാരം. OTT പ്ലാറ്റ്ഫോമുകളുടെ വരവോടുകൂടി അവ വ്യാപകമായതോടുകൂടി പല ചലച്ചിത്രങ്ങളും ഇന്ന് ഒരു വിശാലമായ ഒരു പ്രേക്ഷക സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. തിയേറ്ററുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പല ചലച്ചിത്രങ്ങളും തിയേറ്ററുകൾ കാണാൻ പോലും കഴിയാതെ പെട്ടിക്കുള്ളിൽ മടക്കി വയ്ക്കപ്പെട്ട പല ചലച്ചിത്രങ്ങളും ഇന്ന് OTT പ്ലാറ്റ്ഫോമുകളിൽ വമ്പൻ ആവേശത്തോടുകൂടി പ്രേക്ഷക കയ്യടി നേടുകയാണ്. അത് മലയാളത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലായാലും തിരഞ്ഞെടുക്കാവുന്ന ഒരു കൂട്ടം ഭാഷകളിൽ നിന്നുള്ള ചലച്ചിത്രങ്ങളും വെബ് സീരീസുകളും നമ്മുടെ പ്രേക്ഷകർ സബ് ടൈറ്റിലുകളോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പ്രേക്ഷകർ എന്ന നിലയിൽ അവരുടെ കയ്യടി ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും ആ OTT പ്ലാറ്റ്ഫോമുകൾക്കും വളരെയേറെ ചാരിതാർത്ഥ്യം നൽകുന്നു എന്നതും സത്യം. പറഞ്ഞു വന്നത്, തിയേറ്ററുകളിൽ കാണാൻ സാധിക്കാതിരുന്ന, തിയേറ്ററിൽ കാണേണ്ടിയിരുന്ന ഒരു ചലച്ചിത്രത്തെക്കുറിച്ചാണ്. മലയാളമല്ല, തമിഴല്ല, ഹിന്ദിയിൽ ആമിർ ഖാൻ പ്രൊഡക്ഷൻസും ജിയോ സിനിമാസും ഹിൻഡ്ലിംഗ് പിക്ചേഴ്സും ഒന്നിച്ച് നിർമ്മിച്ച കിരൺ റാവു എന്ന സംവിധായിക സംവിധാനം ചെയ്ത് ഒരുക്കിയ ലാപത്ത ലേഡീസ് എന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. തിയേറ്ററുകളിൽ റിലീസായപ്പോൾ വലിയ ഓളമൊന്നും സൃഷ്ടിച്ചിട്ടില്ലായിരിക്കാം ചിത്രം. എങ്കിലും മുടക്കുമുതലിനേക്കാൾ നല്ലൊരു തുക വരുമാനമായി ലഭിച്ചിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊന്നുമല്ല, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം റിലീസായതോടുകൂടി ആ ചലച്ചിത്രം പ്രേക്ഷകർ ഒന്നടങ്കം കയ്യടിയോടെയാണ് ഏറ്റുവാങ്ങുന്നത്. അതിന് കാരണവുമുണ്ട്. വളരെ ഭംഗിയായി കോമഡിയുടെ പിൻബലത്തോടെ സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് അതേക്കുറിച്ച് സംസാരിച്ച് അതേക്കുറിച്ച് വളരെ വിശദമായിട്ടല്ലെങ്കിലും വിശദമായ ചർച്ചകൾക്ക് വഴി വയ്ക്കാവുന്ന രീതിയിൽ സംസാരിച്ച് കിരൺ റാവു ലാപത്ത ലേഡീസ് ഒരുക്കുമ്പോൾ സിനിമാ വ്യവസായത്തിൽ തന്നെ 2024 ഒരു വലിയ സംഭവമായി നമുക്ക് കാണാം. കാണാതാകുന്ന സ്ത്രീകൾ, ലാപത്ത ലേഡീസ്, കാണാതായ 2 സ്ത്രീകളെക്കുറിച്ച് അവരുടെ കുറ്റം കൊണ്ടല്ലാതെ സമൂഹം അടിച്ചേൽപ്പിച്ച ചില നിയമങ്ങൾ കാരണം, ചില നിയമാവലികൾ കാരണം അവരെത്തേണ്ടിടത്ത് എത്താതെ പോകുന്ന ഒരു യാത്രയുടെ ഇടയിൽ വഴിതെറ്റി ഇറങ്ങുന്ന 2 സ്ത്രീകളെക്കുറിച്ചാണ്. 2 പേരും നവവധൂമാരാണ്. കല്യാണശേഷം ഭർത്താക്കന്മാരുമായി ഒന്നിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ആ 2 സ്ത്രീകൾ, ഒരാൾ ഇറങ്ങേണ്ടിടത്ത് മറ്റൊരാൾ ഇറങ്ങുകയും അതുപോലെ മറ്റേയാൾ ഇറങ്ങേണ്ടിടത്ത് ആദ്യത്തെ ആൾ ഇറങ്ങേണ്ടി വരികയും ചെയ്യുന്ന, അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അത് സാമൂഹിക തലത്തിൽ എങ്ങനെ ചർച്ച ചെയ്യപ്പെടാം, എങ്ങനെ ചർച്ച ചെയ്യപ്പെടണം എന്ന് കിരൺ റാവു വളരെ ഭംഗിയായി പറഞ്ഞു വയ്ക്കുന്നു. ഈ ചിത്രത്തിലെ ഏറ്റവും കയ്യടിക്ക് അർഹമാവുന്ന ഒരു കാര്യം ആ ചലച്ചിത്രത്തിലെ നടീനടന്മാരുടെ പ്രകടനമാണ്. 1-2 പേരൊഴിച്ചാൽ ബാക്കി ആരും തന്നെ ചലച്ചിത്ര ലോകത്തിന് പരിചയമുള്ളവരല്ല. നവവധൂമാരായി വരുന്ന 2 പെൺകുട്ടികൾ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ വീട്ടുകാർ, ഇവരാരും തന്നെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളല്ല. ഇതിനിടയിൽ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ചായയും ആഹാര സാധനങ്ങളും വിൽക്കുന്ന, വളരെ സ്വതന്ത്രയായ, ആരെയും കൂസാത്ത, തുണ വേണ്ട എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന ഒരു ചായക്കടക്കാരി, അവരെ സഹായിക്കുന്ന ഒരു കൊച്ചു ബാലൻ, അങ്ങനെ പലരുമുണ്ട് ചിത്രത്തിൽ. ഇവരെ ആരെയും നാം നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കണം എന്നില്ല. എങ്കിലും തന്മയത്വത്തോടെ വളരെ പക്വമായ അഭിനയ ശൈലിയിലൂടെ ചലച്ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ നടീനടന്മാർ. ഇവർക്കെല്ലാം ഒപ്പം ഭോജ്പുരി സിനിമാ രംഗത്ത് വളരെ കാലം നായകവേഷം ചെയ്തിരുന്ന, പിന്നീട് ബോളിവുഡിലേക്ക് വന്ന രവി കിഷൻ എന്ന നടൻ്റെ പോലീസ് വേഷവും കൂടിയാവുമ്പോൾ ചിത്രത്തിന് ഒരു പൂർണ്ണത വരുന്നു. രവി കിഷൻ്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ് ലാപത്ത ലേഡീസ്, തർക്കമില്ല.
കിരൺ റാവു നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രഗത്ഭരായ അഭിനേതാക്കളെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നതാണ് സത്യം. പ്രതിഭ റാൻഡ, നിതാൻഷി ഗോയൽ, സ്പർശ് ശ്രീവാസ്തവ, അവർക്കൊപ്പം മഞ്ജുമായി എന്ന ചായക്കടക്കാരി, റെയിൽവേ പ്ലാറ്റ്ഫോമിലെ ചായക്കടക്കാരിയായി ഛായ കദം, രവി കിഷൻ, നേരത്തെ പറഞ്ഞതുപോലെ രവി കിഷൻ എന്നിവർ ഈ ചലച്ചിത്രത്തിൻ്റെ വിജയത്തിലെ ഏറ്റവും മുന്തിയ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അവർ ഇനിയും പല ചലച്ചിത്രങ്ങളിലും നമുക്ക് കാണാനാകും എന്നാലോചിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷത്തിന് കാരണമാകുന്നു. ഓരോ വിഷയത്തിലും കിരൺ റാവു നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരുന്ന, നമുക്ക് ചർച്ച ചെയ്യാൻ ആയി ഇട്ട് തരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. സാമൂഹികമായി നാം ചർച്ച ചെയ്യേണ്ടുന്ന പല വിഷയങ്ങളെക്കുറിച്ചും കിരൺ റാവു വളരെ ശക്തമായി തന്നെ പ്രതിപാദിക്കുന്നു ചിത്രത്തിൽ. സ്വപ്നം കണ്ടു എന്നതുകൊണ്ട് മാപ്പപേക്ഷിക്കേണ്ട കാര്യമെന്ത് എന്നതുപോലെയുള്ള ചിന്തിപ്പിക്കുന്ന നിരവധി സംഭാഷണങ്ങൾ ചലച്ചിത്രത്തിൽ ഉടനീളമുണ്ട്. ഒരു പുരുഷ ആധിപത്യ സമൂഹത്തിൽ നിർബന്ധിച്ച് വിവാഹിതയാകേണ്ടി വരുന്ന അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും ഒരു മെലോഡ്രാമയുടെ സഹായത്തോടെ അല്ല കിരൺ റാവു പറഞ്ഞു വയ്ക്കുന്നത്. ചിരിയുണർത്തുന്ന ഡയലോഗുകളിലൂടെ ഒരു വലിയ പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്ന പല രംഗങ്ങളും ലാപത്ത ലേഡീസ് എന്ന ചലച്ചിത്രത്തിലുണ്ട്. ഇവയൊക്കെ ഇനിയും ചർച്ചയാകും എന്നുള്ളത് ആണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഫാൻ ബേസിൽ നിന്ന് കിട്ടുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന അഭിപ്രായ പ്രകടനങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. ചില സംഭാഷണ ശകലങ്ങളുണ്ട് ചലച്ചിത്രത്തിൽ, വളരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, ചിരിയുണർത്തുന്നതാണ് എങ്കിലും ഇരുത്തി ചിന്തിപ്പിക്കുന്ന, ഇതേക്കുറിച്ച് നാം എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മളോട് പറയുന്ന പല സംഭാഷണങ്ങളും ചലച്ചിത്രത്തിൽ ഉടനീളമുണ്ട്. കിരൺ റാവു നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഈ രണ്ട് പെൺകുട്ടികൾ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾ, സമൂഹത്തിൻ്റെ സേവകരായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ. ഇതിനിടയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും വരുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും സത്യമായ മുഖവും അവിടെ കാട്ടിത്തരുന്നുണ്ട്, വളരെ തമാശ രൂപത്തിൽ തന്നെയാണെങ്കിൽ പോലും. ലാപത്ത ലേഡീസ് എന്ന ചലച്ചിത്രം എന്തുകൊണ്ടാണ് നാം കണ്ടിരിക്കേണ്ടത് എന്നതിന് തെളിവാണ് അതിൻ്റെ ഇപ്പോഴത്തെ വിജയം. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത് മുതൽ ചലച്ചിത്രം വളരെ അധികം കയ്യടി നേടുന്നുണ്ട്. അത് കാണാതെ പോകാൻ ചലച്ചിത്ര വ്യവസായത്തിനോ സമൂഹത്തിനോ കഴിയില്ല എന്നതും സത്യം. മറ്റൊരു OTT റിലീസിൻ്റെ വിവരങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.